വെപ്രാൾ സ്വദേശി തോമസ് ഉമ്മൻ, പായിപ്പാട് സ്വദേശി മാത്യു തോമസ്, പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരുടെ മൃതദേഹം പുഷ്പഗിരി ആശുപത്രിയിൽ എത്തിക്കും. മനുഷ്യ ഈ സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങളെല്ലാം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എല്ലാവരുടെയും ബന്ധുമിത്രാദികളൊക്കെ എത്തിച്ചേരുന്ന സമയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലല്ലേ ഈ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അവിടേക്ക് ആരൊക്കെ എത്തുന്നുണ്ട്? ക്രിസ്റ്റീന, 3 പേരുടെയും ശവസംസ്കാര ചടങ്ങുകൾ ഇന്ന് നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 3 പേരുടെയും വീട്ടിലേക്ക്, അവരുടെ സ്വഭവനങ്ങളിലേക്ക് ഈ മൃതദേഹം എത്തിക്കാത്തത്. തൊട്ടടുത്ത് ഈ 3 പേരുടെയും വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള പുഷ്പഗിരി ആശുപത്രിയിലേക്ക്, അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ മോർച്ചറിയിലേക്ക് ഈ 3 മൃതദേഹവും മാറ്റുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മാത്യു തോമസ് നിലവിൽ താമസിക്കുന്ന ആലപ്പുഴ ചെങ്ങന്നൂർ പാണ്ഡ്രാനാണ്. അദ്ദേഹത്തിൻ്റെ വീട് പത്തനംതിട്ടയിലായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. 30 വർഷത്തിലധികമായി അദ്ദേഹം വിദേശത്താണ്, കുവൈറ്റിലാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖം മക്കളുടെ ഉപരിപഠനം പൂർത്തിയാക്കാൻ കഴിയാതെ, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഏറ്റവും വലിയ ദുഃഖം, തലേന്ന ദിവസം പോലും ഭാര്യയുമായി സംസാരിച്ച് നേരെ നേരം സംസാരിച്ച് അവർ ഉറങ്ങാൻ കിടന്നതാണ്, മക്കളുമായി എല്ലാം സംസാരിച്ചത്. പക്ഷേ പിറ്റേന്ന് രാവിലെ ഇങ്ങനെ ഒരു ദുരന്തം അവരുടെ കുടുംബത്തിലേക്കൊരു ഇടുത്തിയായി വന്ന് വീഴുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ബന്ധുക്കൾ മാത്രമല്ല, ഇവരുടെ അയൽവക്കക്കാർ, ഇവരെ അറിയാവുന്നവരും അറിയാത്തതുമായിട്ടുള്ള നിരവധി ആളുകൾ ഈ വാർത്ത കേട്ട് ഇവിടെ ഈ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ ഗതാഗത ക്രമീകരണവും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തും, ഇത് കാണാൻ വേണ്ടി എത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസ് നേരത്തെ തന്നെ MC റോഡിലടക്കം ഈ വിധത്തിലുള്ള ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കി. ഈ പുഷ്പഗിരി ആശുപത്രിയിലേക്ക് ഇങ്ങനെയുള്ള വാഹനങ്ങൾ മാത്രമേ കടത്തി വിടുകയുള്ളൂ എന്ന കാര്യത്തിൽ ഉച്ച മുതൽ തന്നെ, ഏകദേശം 1 മണി മുതൽ തന്നെ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിരുന്നു. അങ്ങനെ വളരെ ബന്ധുക്കളായിട്ടുള്ള ആളുകളെയും അയൽക്കാരെയും മാത്രമായിരുന്നു ഈ നിലവിൽ ഈ മോർച്ചറിയുടെ അടുത്തേക്ക് മാത്രം പോലീസ് കടത്തിവിടുന്നുള്ളൂ. അങ്ങനെ വളരെ ദുഃഖത്തിലായ ഒരു വലിയ തരത്തിലുള്ള നാട്ടുകാർ, ഒരുപാട് ആളുകൾ, അവരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ വാക്കുകൾ മുറിഞ്ഞു പോകുന്ന തരത്തിൽ ഒരുപാട് ആളുകൾ, അവർ ഒക്കെ തന്നെ ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിൻ്റെ അടുത്ത ബന്ധുക്കളില്ലെങ്കിലും അവരൊക്കെ തന്നെ രാവിലെ മുതൽ ഈ വാർത്ത അറിഞ്ഞ സമയം മുതൽ തന്നെ വളരെ ക്ഷീണിതരാണ്, തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത മക്കൾ, ഭാര്യ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല, പലരുടെയും എത്തിയിട്ടില്ല. അവരുടെ വീടുകളിൽ തന്നെയാണ്. ഇനി അടുത്ത ദിവസങ്ങളിലായിട്ടായിരിക്കും ഇവരുടെ ശവസംസ്കാര ചടങ്ങുകൾ ഒക്കെ തന്നെ നടക്കുക. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, ഇവരുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നത് പാണ്ഡ്രാട് സ്വദേശി മാത്യു തോമസിൻ്റേത് തിങ്കളാഴ്ച രാവിലെ 7:30 വീട്ടിലെത്തിക്കും. പിന്നീട് 2 മണിക്കാണ് യോദാൻപുരം മാർ ഗ്രിഗോറിയസ് പള്ളിയിൽ വെച്ചായിരിക്കും ശവസംസ്കാര ചടങ്ങ് നടക്കുക. മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മൻ്റേത് ഞായറാഴ്ച മേപ്രാൽ പള്ളിയിൽ 2 മണിക്കും. പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിൻ്റേത് പായിപ്പാട് പള്ളിയിലാണ്. പക്ഷേ അത് ദിവസവും സമയവും തീരുമാനമായിട്ടില്ല. ക്രിസ്റ്റീന, നിലവിൽ 3 പേരുടെയും മൃതദേഹം തിരുവല്ല പുഷ്പഗിരിയിലെ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മനീഷ് മഹിബാലാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വെപ്രാൾ സ്വദേശി തോമസ് ഉമ്മൻ, പായിപ്പാട് സ്വദേശി മാത്യു തോമസ്, പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരുടെ മൃതദേഹമാണ് പുഷ്പഗിരി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇവരുടെ സംസ്കാര ചടങ്ങുകൾ എന്തായാലും ഇന്ന് ഉണ്ടാവില്ല. മനീഷ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളുമായാണ് ഓരോ പ്രവാസിയും മറ്റു രാജ്യങ്ങളിലേക്ക് പോയി പ്രവാസിയാകുന്നത്, ഓരോ മലയാളിയും പ്രവാസിയാകുന്നത്. ഇവിടെയും ഇവരുടെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ മരിക്കുന്നതിന് അല്പസമയം മുമ്പ് പോലും വീട്ടുകാരുമായി പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുടുംബാംഗങ്ങൾക്ക് തീർത്താൽ തീരാത്ത വേദനയാണ്. അതേപോലെ തന്നെ ഇവരെല്ലാവരും തന്നെ നാടുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരുമായിരുന്നല്ലോ മനീഷ്. ക്രിസ്റ്റീന, യഥാർത്ഥത്തിൽ ഈ പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തത് തന്നെ അതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ കുടുംബത്തിൻ്റെ ഉയർച്ച, അല്ലെങ്കിൽ മക്കളുടെ പഠനം, കുടുംബത്തിൻ്റെ കടബാധ്യത, അച്ഛൻ്റെ അമ്മയുടെയും എന്തെങ്കിലും തരത്തിലുള്ള രോഗം, അങ്ങനെ പലവിധ കാരണങ്ങളാൽ വിദേശത്ത് പോയി പിന്നീട് തിരിച്ച് വരാൻ പറ്റാതെ മനസ്സുകൊണ്ട് നാട്ടിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച പലർക്കും പിന്നീട് വീണ്ടും നാട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിയാതെ വർഷത്തിലൊരിക്കലോ 1 or 2 തവണയൊക്കെ തന്നെ നാട്ടിലെത്തി ബന്ധുമിത്രാദികളെ കണ്ട് മടങ്ങിപ്പോയി പിന്നീട് വീണ്ടും മടങ്ങി വരുന്ന പ്രവാസികളാണ് നാം കാണുന്നത്. അത്തരത്തിലുള്ളൊരു കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ് പ്രത്യേകിച്ചും ഈ പത്തനംതിട്ട, തിരുവല്ല തുടങ്ങിയിട്ടുള്ള സ്ഥലത്തെ ആളുകളൊക്കെ തന്നെ. ഒരുപാട് ആളുകൾ ഇങ്ങനെ വിദേശത്ത് കുവൈറ്റിലും ഖത്തറിലും ഒക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഈ രീതിയിൽ ഇങ്ങനെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് നാട്ടിലെ കുടുംബത്തിനെ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ഉണ്ടായ അപകടം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ്. ഇങ്ങനെ കൂട്ടമായി ഇത്രയും അധികം ആളുകൾ, ഇതിൽ 2 പേർ ബന്ധുക്കൾ കൂടിയാണ്. ഇതിൽ ഈ ഷിബു വർഗീസ്, പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിൻ്റെ അടുത്ത ബന്ധുവാണ് മാത്യു തോമസ്. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളെല്ലാവരും ഇവിടെ ഇല്ല. നാട്ടിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ ഇവരുടെ ഉറ്റ സുഹൃത്തുക്കളോ ഒക്കെ തന്നെ പലരും നാട്ടിലില്ല. അവരൊക്കെ തന്നെ തിരിച്ച് നാട്ടിലെത്തിയ ശേഷമായിരിക്കും ഈ ശവസംസ്കാരത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പോലും എടുക്കുക. അങ്ങനെ മക്കളുടെ പഠനം, അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ തന്നെ അവർക്ക് നല്ല രീതിയിൽ അവരെ നോക്കണം, വീടിൻ്റെ കടബാധ്യത, നല്ലൊരു വീട് പണിയണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായി കുവൈറ്റിലേക്ക് പോയ ആളുകൾ. അവർ പക്ഷേ ഇതിൽ മാത്യു തോമസ് അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചിട്ടുള്ള ആളാണ്. 2 മക്കളുടെയും ഉന്നത പഠനം പൂർത്തിയാക്കി വീടിൻ്റെ പുനർനിർമ്മാണം നല്ല രീതിയിൽ നടത്തി. അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങാൻ, അതെല്ലാം തീർത്ത് ഈ കടബാധ്യത എല്ലാം കഴിഞ്ഞ് കുവൈറ്റിലെ തൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ ഇനി ഏകദേശം 1-2 വർഷം കൂടി മാത്രം പരിമിതപ്പെടുത്തി തിരിച്ച് നാട്ടിലേക്ക് വരാനിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ദുരന്തം